ഉള്ളോ? അറിയാലോ, നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമേ ഉള്ളൂ. അതിലും മാന്യമായിട്ട് CPM എന്റെ വണ്ടിക്ക് മുമ്പിൽ ചാടുന്നവനെ അടിക്കാൻ എങ്ങനെയാ പറയുന്നത്? പക്ഷെ തിരിച്ചടി കിട്ടുന്നുള്ളത് അടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ആലപ്പുഴയിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റി. കേരളത്തിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അത് നടത്തി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ല, ആഗോള അയ്യപ്പ സംഗമം, പിന്നെ ലാൽ സലാം പരിപാടി നടത്തി. ലാലേട്ടന് കിട്ടി 20 ലക്ഷം രൂപ. ലാലേട്ടനെ ആദരിക്കാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് 2,80,00,000 രൂപ ചെലവ്. അർത്ഥണം തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തായിരുന്നു എന്റെ ഉദ്ദേശം? ഒന്നും വേണ്ടായിരുന്നല്ലോ. ആ ശബരിമലയുടെ പൗത്രതയെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ആ വിശ്വാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ ഈ കാണിക്കുന്ന കൊല്ലം. 100% ഞാൻ യോജിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗെയിൽ പദ്ധതി എന്തിന് JCBക്കെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും ഇപ്പൊ പുതിയ AK സെന്റർ നോക്കി 100% കമ്പ്യൂട്ടറിസ്റ്റ് ആണ് പുതിയ AK. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. അല്ല, ഇപ്പൊ പോകുമ്പോ ചിപ്പ് പോലും അത് മതി.